വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹ വണക്കം. എല്ലാവരുടെയും അനുഭവത്തോടു കൂടി ഒരു സെക്യുലർ ഗീതം ചൊല്ലിക്കൊണ്ട് ആലപിച്ചുകൊണ്ട് വളരെ വിശേഷപ്പെട്ട ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ്. മനുഷ്യരാണ് നമ്മളേവരും, മനുഷ്യരക്തമാണ് സിരകളിൽ. മനുഷ്യരാണ് നമ്മളേവരും, മനുഷ്യരക്തമാണ് സിരകളിൽ. മനുഷ്യരായി കഴിഞ്ഞു കൂടുവാൻ മതവിമുക്ത രമ്യ കേരളം. മനുഷ്യരായി കഴിഞ്ഞു കൂടുവാൻ മതവിമുക്ത രമ്യ കേരളം. കേരളം കേരളം മതവിമുക്ത രമ്യ കേരളം. മതവിമുക്ത രമ്യ കേരളം. ജാതികൾ മതങ്ങളൊക്കെയും സ്നേഹരഹിത നീചരീതികൾ. ജാതികൾ മതങ്ങളൊക്കെയും സ്നേഹരഹിത നീചരീതികൾ. സ്നേഹമായി ഏറ്റു നിൽക്കുവാൻ മതവിമുക്ത ധന്യ കേരളം. സ്നേഹമായി ഏറ്റു നിൽക്കുവാൻ മതവിമുക്ത ധന്യ കേരളം. കേരളം കേരളം മതവിമുക്ത രമ്യ കേരളം. മതവിമുക്ത രമ്യ കേരളം. മനുഷ്യരാണ് നമ്മളേവരും, മനുഷ്യരക്തമാണ് സിരകളിൽ. മനുഷ്യരായി കഴിഞ്ഞു കൂടുവാൻ മതവിമുക്ത രമ്യ കേരളം. കേരളം കേരളം മതവിമുക്ത രമ്യ കേരളം. മതവിമുക്ത രമ്യ കേരളം. യത്നമാണ് ജീവനം ധനം, ഏതു യത്നവും മഹത്തരം. യത്നമാണ് ജീവനം ധനം, ഏതു യത്നവും മഹത്തരം. നന്മയാണ് മുദ്രാവാചകം, മതവിമുക്ത നവ്യ കേരളം. നന്മയാണ് മുദ്രാവാചകം, മതവിമുക്ത നവ്യ കേരളം. കേരളം കേരളം മതവിമുക്ത രമ്യ കേരളം. മതവിമുക്ത രമ്യ കേരളം. മനുഷ്യരാണ് നമ്മളേവരും, മനുഷ്യരക്തമാണ് സിരകളിൽ. മനുഷ്യരായി കഴിഞ്ഞു കൂടുവാൻ മതവിമുക്ത രമ്യ കേരളം. മനുഷ്യരായി കഴിഞ്ഞു കൂടുവാൻ മതവിമുക്ത രമ്യ കേരളം. കേരളം കേരളം മതവിമുക്ത രമ്യ കേരളം. മതവിമുക്ത രമ്യ കേരളം. ഈ മനുഷ്യ ഗീതം ആലോചിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പ്രഭാഷണം എൻ്റെ സുഹൃത്ത് KN നടത്തും. ഞാൻ അതിനകത്തൊരു വിദഗ്ധനല്ല. ചില കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നു മാത്രമേ ഉള്ളൂ. സാധാരണ ഈ സെക്യുലർ സമ്മേളനങ്ങളിൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങളൊക്കെ ഇത്രയും കാലം VT ഭട്ടതിരിപ്പാടിൻ്റെ കാലം തൊട്ട് MC ജോസഫിൻ്റെ കാലം തൊട്ട് ഇത്രയും കാലം നിങ്ങൾ പ്രവർത്തിച്ചിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളുടെ സമ്മേളനങ്ങളിൽ ആളുകളില്ലാത്തത്, ഒരു ഹാള് നിറച്ചു പോലും ആളില്ലാത്തത് എന്ന് ചോദിക്കാറുണ്ട്. അതിനൊരു മറുപടിയുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്നവർ മാത്രമല്ല ഈ ആശയം ഉൾക്കൊണ്ട് ജീവിക്കുന്നവർ. കേരളത്തിലെ ധാരാളം ആളുകൾ, ഈ സമ്മേളനത്തിൽ വരാത്ത ധാരാളം ആളുകൾ ഈ ആശയം ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ്. എനിക്ക് പ്രത്യേകിച്ചൊരു സംഘടനയില്ലാത്തതുകൊണ്ട് മിക്കവാറും ഈ ആശയമുള്ള മീറ്റിങ്ങുകളിലൊക്കെ എനിക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം ഞാൻ കണ്ടത് ഈ ആശയ ബലമുള്ള ഒരാൾക്കൂട്ടമാണ്. ആശയപരമായിട്ട് വള്ളുന്ന ആൾക്കൂട്ടമല്ല, ആശയ ദൃഢതയുള്ള ഒരു ചെറുതും വലുതുമായിട്ടുള്ള ആൾക്കൂട്ടങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ യുക്തിവാദം മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുന്ന 4-5 സംഘടനകളുണ്ട്.
അതിലൊരു സംഘടന കേരള യുക്തിവാദി സംഘം. കേരള യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, വളരെ കാലം സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ആയിരുന്ന പവനൻ. കേരള യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനം ഒരു മാസം മുൻപ് കൊല്ലത്ത് വെച്ചാണ് നടന്നത്. തസ്ലിമ നസറിൻ പങ്കെടുത്ത ഒരു മീറ്റിംഗാണിത്. ഈ മീറ്റിങ്ങിൽ ഡെലിഗേറ്റുകളായി മാത്രം 500ഓളം ആളുകളുണ്ടായിരുന്നു. കേരളത്തിലെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്ന് ഡെലിഗേറ്റുകൾ മാത്രം. തസ്ലിമ നസറിൻ പങ്കെടുത്ത പ്രാരംഭ സമ്മേളനത്തിൽ അത് കേൾക്കാൻ അതിനേക്കാൾ എത്രയോ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു. അതുപോലെയുള്ള യുക്തിബോധമുള്ള സംഘടനകൾ ധാരാളം പലതും കേരളത്തിലുണ്ട്. ചിതറിപ്പോയവരാണ്, ദളിതരെ പോലെ ചിതറിപ്പോയവരാണ്. ദളിതർ എന്ന് പറഞ്ഞാൽ ചിതറിയവർ എന്നാണല്ലോ അർത്ഥം. അതുപോലെ ദളിത് സംഘടനകളെ പോലെ കേരളത്തിലെ സെക്കുലർ സംഘടനകളും ചിതറിയവരാണ്. കേരളത്തിലെ യുക്തിവാദി സംഘങ്ങളും ചിതറിയവരാണ്. പക്ഷേ ആശയപരമായ ചിതറലുകൾ ഇല്ല. എസൻസിൻ്റെ സമ്മേളനം, എസൻസിനെ കുറിച്ച് എത്ര ആരോപണങ്ങൾ ഉണ്ടായാലും ഞാനിവിടെ കണ്ട ആൾക്കൂട്ടം വളരെ വിസ്മയകരമാണ്. അത് ഈ ആശയം അനുവർത്തിച്ച് ജീവിക്കുന്ന 10,000-കണക്കിന് ആളുകളുള്ള കേരളത്തിൽ ഒരു 10,000-15,000 ആളുകൾ മാത്രം അവിടെ കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്താണ് ജനങ്ങൾ, അതിനപ്പുറത്താണ്. അവരെന്തെല്ലാം രാഷ്ട്രീയമായിട്ട് നമുക്ക് വിരുദ്ധ അഭിപ്രായം ഉണ്ടെങ്കിലും ഈ സെക്കുലർ സ്വഭാവം അല്ലെങ്കിൽ അടിസ്ഥാനപരമായി സയൻസിൻ്റെ സൗകര്യം പറഞ്ഞാൽ ശാസ്ത്രാവബോധത്തോട് ജീവിക്കുന്ന ആൾക്കാരാണ്. സാമൂഹികമായിട്ടുള്ളവരുടെ സമീപനങ്ങൾ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. പക്ഷേ ഈ ശാസ്ത്രാവബോധം പച്ചയ്ക്ക് പറഞ്ഞാൽ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ, ദൈവമില്ല, ചെകുത്താനില്ല, മതം തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുടെ ഒരു വലിയ ആൾക്കൂട്ടമാണ് അവിടെ കണ്ടുള്ളത്. കേരളത്തിലെ ഒരു വിഖ്യാതനായ മതപുരോഹിതൻ, ക്രൈസ്തവ മതപുരോഹിതൻ പറഞ്ഞു, എൻ്റെ മുന്നിൽ നിൽക്കുന്ന എത്രയോ ചെറിയ ആൾക്കൂട്ടമാണ്, നിങ്ങൾ ചെറുപ്പക്കാരെ കാണുന്നുണ്ടെങ്കിൽ ആ സമ്മേളനങ്ങളിൽ പോയി നോക്കണം, 10,000-കണക്കിന് ചെറുപ്പക്കാർ അവിടെ ഇരിപ്പുണ്ടെന്ന് ഞാനല്ല പറഞ്ഞത്, ഒരു ക്രൈസ്തവ പുരോഹിതനാണ് പറഞ്ഞത്. ഇനി അതിനപ്പുറത്തുള്ള എല്ലാ സംഘടനകൾ, അതായത് CPM-ൻ്റെയും CPI-യുടെയും വിവിധ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും സമ്മേളനങ്ങൾ നമ്മൾ കാണുന്ന ഏതാണ്ട് 60-70% ആൾക്കാരും ദൈവവിശ്വാസികളല്ലാത്തവരോ ചെകുത്താൻ വിശ്വാസികളല്ലാത്തവരോ മതവിശ്വാസമോ ജാതി വിശ്വാസമോ ഇല്ലാത്തവരോ ആണ്. അവർക്ക് തുറന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഇടയ്ക്ക് MM മണിയുടെ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടു കാണും. MM മണിയോട് ഒരാൾ ചോദിച്ചു, ശബരിമലയ്ക്ക് പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ ശബരിമലയിലേക്കും പോകത്തില്ല, ഞാനൊരു നിരീശ്വരവാദിയാണ് എന്നാണ് പറഞ്ഞത്. ഒരു സമുന്നതനായ രാഷ്ട്രീയ നേതാവ് പറയുകയാണ് ഞാനൊരു നിരീശ്വരവാദിയാണെന്ന്. കേരളം കണ്ടുള്ള മുഖ്യമന്ത്രിമാരിൽ ഒരു വലിയ വിഭാഗം നിരീശ്വരവാദികളാണ്. ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് നിരീശ്വരവാദിയാണ്. പിന്നെ നമ്മൾ കാണുന്ന C അച്യുതമേനോൻ നിരീശ്വരവാദിയാണ്. EK നായനാർ നിരീശ്വരവാദിയാണ്. PK വാസുദേവൻ നായർ നിരീശ്വരവാദിയാണ്. AK ആൻ്റണി വളരെ കാലം നിരീശ്വരവാദിയായിരുന്നു. ഇപ്പോൾ അത് സ്ഥിതി എന്താണ് എന്ന് എനിക്കറിയില്ല. EK നായനാർ നിരീശ്വരവാദിയാണ്. പിണറായി വിജയൻ നിരീശ്വരവാദിയാണ്. നിരീശ്വരവാദികൾ നേതൃത്വം കൊടുത്ത കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അവരത് പറയത്തില്ല, പരസ്യമായിട്ട് പറയാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മളവരെ നിരീക്ഷിച്ചാൽ അറിയാം. ഗുരുവായൂരമ്പലത്തിൽ അതിൻ്റെ ഓഡിറ്റോറിയത്തിൽ മീറ്റിങ്ങിന് വിളിച്ചപ്പോൾ പിണറായി വിജയൻ അവിടെ ചെന്നിട്ട് തിരിഞ്ഞു നോക്കി ഗുരുവായൂർ അമ്പലത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞത് അവിടെയാണോ അദ്ദേഹം കൃഷ്ണൻ ഇരിക്കുന്നതെന്ന് ആണ് ചോദിച്ചത്. പറഞ്ഞാൽ അദ്ദേഹത്തിന് അവിടെ കൊണ്ട് യാതൊരു ബന്ധവും ഇല്ല എന്നാണ്. ഗുരുവായൂരപ്പൻ കേരളത്തെ രക്ഷിക്കുമെന്നുള്ളൊരു ബോധം നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇല്ല എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം. പക്ഷേ പരസ്യമായിട്ട് അവർ തുറന്ന് പറയുന്നില്ല എങ്കിൽ കൂടിയും CPM-ലും CPI-യിലും വിവിധ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും CPML ലിബറേഷനിലും മാവോയിസ്റ്റിലായാലും CPMR റെസ്റ്റാറിലായാലും റെഡ് ഫ്ലാഗിലായാലും ഉണ്ണിച്ചക്കൻ്റെ CPI-ൻ്റെ മീറ്റിംഗ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലായാലും SUCI-യിലായാലും എല്ലാം തന്നെ ഈ ആശയമുള്ളവരാണ് ഉള്ളത്. അവർ തുറന്ന് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും പല സന്ദർഭങ്ങളിലും അത്യാവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ അവർ തുറന്ന് പറയാറുമുണ്ട്. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്നവർ മാത്രമല്ല ഈ ആശയം ഉൾക്കൊള്ളുന്നത്, അതാണ് എൻ്റെ അർത്ഥം. ബഹുഭൂരിപക്ഷവും പുറത്ത് നിൽക്കുകയാണ്. ഈ പുറത്ത് നിൽക്കുന്നവർ അവരുടെ ആശയം അനുസരിച്ച് തന്നെ ഓരോ കാര്യങ്ങളിൽ ഇടപെടും. അങ്ങനെയാണ്. ഇപ്പം വേളം എന്ന് പറഞ്ഞ സ്ഥലം, കണ്ണൂർ ജില്ലയിൽ മയ്യിൽ വേളത്തെ ഗണപതി ക്ഷേത്രത്തിൻ്റെ ഒരു ശിവരാത്രി മഹോത്സവം ഉദ്ഘാടനത്തിന് എന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാനൊരു നിരീശ്വരവാദിയാണ് എന്നറിയാമോ? അപ്പോൾ എന്നെ പിടികൂടാൻ വേണ്ടിയിട്ട് അവർ നേരിട്ട് വിളിച്ചാൽ എന്നെ കിട്ടത്തില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവർ
കേരള യുക്തിവാദ സംഘത്തിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ കൊണ്ടാണ് എനിക്ക് ആദ്യം ചെക്ക് പറയിപ്പിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ കാര്യങ്ങളെല്ലാം തുറന്ന് പറയണം അവരോട്. എന്നെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഈശ്വരവിശ്വാസി അല്ല എന്നുള്ളത് അറിയാമോ? അപ്പോൾ അവർ പറഞ്ഞു, എന്നെ ഞെട്ടിപ്പിക്കുന്നതിന് മറുപടിയുണ്ട്, ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്, ഞങ്ങൾ CPM-കാരാണ്, ഞങ്ങൾ ഈ അമ്പലം ഏറ്റെടുത്ത് നടത്തുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ RSS പിടിച്ചെടുക്കും, അതുകൊണ്ട് ഞങ്ങൾ ഈ അമ്പലം ഏറ്റെടുത്ത് നടത്തുകയാണ്. കഴിഞ്ഞ തവണ ഞങ്ങളുടെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സെക്യുലർ മനോഭാവക്കാരനായ സാംസ്കാരിക നായകനാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ഞാൻ ഈശ്വര പ്രാർത്ഥനയ്ക്കൊന്നും എഴുന്നേൽക്കുന്ന ആളല്ല, അത് ഞങ്ങൾക്കറിയാം, ഈശ്വര പ്രാർത്ഥനയ്ക്ക് എഴുന്നേൽക്കുന്ന കാര്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് മുട്ടുവേദനയുണ്ട്, അവിടെ ഇങ്ങനെ വരാൻ പാടാണ്, എനിക്ക് ബസ്സിനകത്ത് ട്രെയിനകത്ത് കയറാൻ പറ്റിയില്ല, അത് വിഷമിക്കേണ്ട, ഞങ്ങളുടെ മട്ടന്നൂരേക്ക് കണ്ണൂരേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു തരാം. ഇങ്ങനെയൊക്കെയാണ്. ഞാനവിടെ ചെന്നിട്ട് എനിക്ക് താല്പര്യമുള്ള കുറേ കാര്യങ്ങൾ പറയുമായിരുന്നു, ജനങ്ങളെല്ലാം കേട്ടുകൊണ്ട് ഞാൻ അമ്പലത്തിൽ കയറിയില്ല. ഈശ്വര പ്രാർത്ഥന നടത്തിയ സമയത്ത് അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള CPM കൈരി എഴുന്നേറ്റ് വന്നു, വാർഡ് മെമ്പറായിട്ടുള്ള CPM മെമ്പർ എഴുന്നേറ്റ് വന്നു, ബ്ലോക്ക് മെമ്പറായിട്ടുള്ള CPM മെമ്പർ എഴുന്നേറ്റ് വന്നു. ഞാൻ എഴുന്നേറ്റില്ല, എനിക്ക് വോട്ടിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റില്ല, അവരൊക്കെ എഴുന്നേറ്റ് വന്നു. പക്ഷേ ഇതൊക്കെ തെളിയിപ്പിക്കുന്നത് അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പം കണ്ണൂരെ വളരെ പ്രസിദ്ധമായ മുത്തപ്പൻ ക്ഷേത്രം, ആ മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഇതുപോലെ തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയൊരു എമൗണ്ടാണ് അവർ സംഭാവന കൊടുത്തത്. എന്ന് പറഞ്ഞാൽ മുത്തപ്പനൊന്നും കേരളത്തെ രക്ഷിക്കാനൊന്നും പോകുന്നില്ല, മറിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉണ്ടെങ്കിൽ കേരളത്തെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ആയഞ്ചേരിയിലുള്ള വേറൊരു അമ്പലം ഇതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്തവരാണ്. മുഖ്യമന്ത്രി ആൾക്ക് വിശ്വാസമാണ്. എനിക്ക് കിട്ടിയ NC മമ്മൂട്ടി മാഷിൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ള ഒരു പുരസ്കാരം കുറേ രൂപ, 1000 രൂപ കൊണ്ടുവന്ന് ഞങ്ങളുടെ ജില്ലാ കളക്ടറെ ഏൽപ്പിക്കുകയായിരുന്നു, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ഈ രീതിയിലുള്ള ഒരു ആശയ സമ്പുഷ്ടത ഈ ഹാളിന് പുറത്തുണ്ട്. അതുകൊണ്ട് ഈ ഹാളിനെ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്കുലർ മീറ്റിങ്ങിൽ നോക്കിയിട്ടോ ഇത്രയേ ഉള്ളല്ലോ നമ്മൾ എന്നാലും വിഷമിക്കേണ്ട കാര്യമേ ഇല്ല. കേരളത്തിലൊരു അവാർഡുണ്ട്, വിചിത്രമായൊരു അവാർഡ്. കേരളം അവാർഡുകളുടെ നാടാണ്. കേരളം ദൈവത്തിൻ്റെ നാടെന്നല്ല പറയുന്നത്, കേരളം അവാർഡുകളുടെ നാടാണ്. ഇഷ്ടംപോലെ അവാർഡാണ്. ഒരാഴ്ചയിൽ 2-3 അവാർഡ് വീതമാണ് പ്രഖ്യാപിക്കുന്നത്. അവാർഡ് ഇങ്ങനെ വാരി എറിയുകയും ആളുകൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്ന ഒരു രീതിയാണ് കേരളത്തിലുള്ളത്. വിചിത്രമായൊരു അവാർഡുണ്ട് കേരളത്തിൽ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മതമില്ലാത്ത ജീവൻ അവാർഡ് എന്നൊരു അവാർഡുണ്ട്. മതമില്ലാത്ത ജീവൻ എന്ന് പറഞ്ഞാൽ SSLC ബുക്കിലെ സ്കൂൾ രജിസ്റ്ററിൽ ജാതിയും മതവും ചേർത്തിട്ടില്ലാത്ത കുട്ടികളിൽ SSLCക്കും +2-നും മാർക്ക് വാങ്ങിച്ച് ജയിക്കുന്നവർക്ക് ഉള്ള ഒരു പുരസ്കാരമാണ് മതമില്ലാത്ത ജീവൻ അവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ മതമില്ലാത്ത ജീവൻ അവാർഡ് പോലും കൊടുക്കുന്നവരുടെ നാടാണ് കേരളത്തിൽ. അതിനൊരു സ്പേസ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് വാങ്ങാൻ കുറേ കുട്ടികളുണ്ട്. വളരെ പ്രസിദ്ധരായിട്ടുള്ള ചില ആളുകളുടെ, പത്മനാഭൻ കാവുമ്പായി തുടങ്ങിയിട്ടുള്ള കവികളുടെ മക്കളൊക്കെ തന്നെ ഈ അവാർഡ് വാങ്ങിച്ചിട്ടുള്ളവരാണ്. എന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയ മൂവ്മെൻ്റ് അല്ല. എല്ലാവരുടെയും മനസ്സിൽ ഈ സെക്കുലർ ആശയമുണ്ട്. സെക്കുലർ ആശയത്തിന് ഭീഷണിയുണ്ട്. ആ ഭീഷണി ന്യൂനപക്ഷത്തിൻ്റെ ഭീഷണിയാണ്. പക്ഷേ കവറേജ് കൂടുതൽ അവർക്കാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പരസ്യമായിട്ട് ദൈവവിരുദ്ധമായിട്ടുള്ള പ്രസ്താവന നടത്തിയാൽ തീർച്ചയായിട്ടും അതൊന്നും പത്രത്തിൽ വരാൻ പോകുന്നില്ല. അതേസമയം ദൈവത്തെ അനുകൂലിച്ചുകൊണ്ടാണ് ഞാൻ വർത്തമാനം പറയുന്നതെങ്കിൽ അതെല്ലാം നാളത്തെ പത്രത്തിൽ വരും എന്നുള്ളതേ ഉള്ളൂ. കവറേജിൽ വിശ്വസിക്കണമെന്ന് യാതൊരു കാര്യമില്ല. കറേജിലാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ മാനസികമായ ധൈര്യത്തിൽ, മനോബലത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. സെക്കുലർ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ടോ? പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള ഭയമാണ്. കാര്യം കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ ഈശ്വര പ്രാർത്ഥന നടക്കുന്ന സമയത്ത് അവരുടെ വീട്ടിൽ പ്രാർത്ഥന ഇല്ലാത്ത കാരണം എഴുന്നേൽക്കാൻ താല്പര്യമില്ല. പക്ഷേ എല്ലാവരും എഴുന്നേൽക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് എഴുന്നേൽക്കാതിരിക്കാൻ സാധ്യമല്ല. വയനാട്ടിലെ ഒരു കുട്ടി കുറച്ചു കാലം മുൻപ് അങ്ങനെ എഴുന്നേൽക്കാതെ അവിടെ തന്നെ ഇരിക്കുകയും അവൻ്റെ പേരിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും രക്ഷകർത്താവിനെ എടുപ്പിക്കുകയും ചെയ്തപ്പോൾ രക്ഷകർത്താവ് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയില്ല, അതുകൊണ്ട് ഈ കുട്ടിക്ക് പ്രാർത്ഥനയിൽ വിശ്വാസമില്ല, അതുകൊണ്ടാണ് ഈ കുട്ടി എഴുന്നേൽക്കാതെ എഴുന്നേറ്റേ പറ്റത്തുള്ളൂ. ഈ സ്കൂളിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വിദ്യാർത്ഥി എഴുന്നേറ്റേ പറ്റുള്ളൂ. പിന്നെ ആ കുട്ടി അഡ്വക്കേറ്റ് KN അനിൽകുമാർ മുഖേന ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വായിച്ചിട്ടാണ് ആ സമയത്ത് അവിടെ ഇരിക്കാൻ തീരുമാനിച്ചത്. എന്താണ് KER പറഞ്ഞിട്ടുള്ളത്? ഞാൻ 10-30 വർഷം ഈ വിദ്യാഭ്യാസ ജോലി ചെയ്ത ഒരാളാണ്. KER പറഞ്ഞിട്ടുള്ളത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിക്കണം എന്നല്ല, മറിച്ച് ദേശീയ ഗാനത്തോടെ ആരംഭിക്കണം എന്നാണ്. പരസ്യമായി ഈ നിയമലംഘനം നടത്തുന്നു. പരസ്യമായി KERനെ ലംഘിച്ചുകൊണ്ടാണ് എല്ലാ സ്കൂളുകളിലും ഈശ്വര പ്രാർത്ഥന നടത്തുന്നത്. ഈശ്വര പ്രാർത്ഥനയിൽ താല്പര്യമില്ലാത്ത കുട്ടികളെപ്പോലും
നിർബന്ധിച്ച് എഴുന്നേപ്പിച്ച് നിർത്തുകയാണ്. എന്തുകൊണ്ടാണ് സർക്കാരിൻ്റെതായ ഒരു നടപടി ഉണ്ടാകുന്നില്ല? ഒരു കേരള ഗാനം ഉണ്ടാകാത്ത എന്താണ്? കേരള ഗാനം ഭയങ്കര തമാശയാണ്. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ, കേരള സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു കേരള ഗാനത്തിന് കുറേ ആളുകളുടെ ഇന്ന് സ്ക്രിപ്റ്റ് വാങ്ങിക്കുകയും അതൊക്കെ വലിയ ചർച്ചാ വിഷയമായതും എല്ലാം നിങ്ങൾക്ക് അറിയാം. നമ്മൾ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. എത്ര എത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം, ഒന്നിച്ച് പാടാൻ പറ്റുന്നതാണ്. വാസ്തവത്തിൽ ഈ നന്ദഗോവിന്ദം ഭജനത്തിന് ബദലായിട്ട് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നൊരു പാട്ടാണിത്. അങ്ങനെ കേരളീയതയെ ഉയർത്തിക്കാട്ടുന്ന ധാരാളം ഗാനങ്ങൾ നമുക്കുണ്ട്. ഇത് ശ്രദ്ധിക്കാനോ ഇതൊന്നിച്ച് ഒരു പ്രസ്ഥാനമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനോ നമുക്ക് സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് പ്രശ്നങ്ങൾ, നമ്മുടെ കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുകയാണ്. അങ്ങനെ ഒറ്റപ്പെടാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള കൂട്ടായ്മകൾ നല്ലതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ മകൻ വളരെ കുഞ്ഞായിരുന്ന സമയത്ത് കൊല്ലത്ത് ഒരു യുക്തിവാദ സമ്മേളനം നടക്കുകയാണ്. റാവിപ്പൊടി വെങ്കടാദ്രിയൊക്കെ പങ്കെടുക്കുന്ന ഒരു യുക്തിവാദ സമ്മേളനമാണ്. അപ്പോൾ ഒരു ജാഥയുണ്ട്. വന്നിരിക്കുന്ന യുക്തിവാദികളെല്ലാം കൂടി പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് ഒറ്റ വരിയായിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ ഞങ്ങൾ പുറവിന് ഇങ്ങനെ, ഞാനത് വർത്തമാനം പറയേണ്ടത് ഒരാളാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ കുടുംബമായിട്ട് പുറവിന് പോവുക. എൻ്റെ മകൻ കൊച്ചുകുട്ടിയാണ്, അവനിങ്ങനെ വന്നിങ്ങനെ പോവുക. അപ്പോൾ അവൻ ഓവർബ്രിഡ്ജ് ആയപ്പോൾ ഓവർബ്രിഡ്ജിൻ്റെ ആ വളവ് കാണുമ്പോൾ അവനെ ആളുകളെ കാണാം. ഇത്രയും ആളുകളുണ്ടോ വെച്ചാൽ, ഇത്രയും ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടോ, നമുക്ക് എല്ലാവർക്കും ഓരോ ചായ വാങ്ങിച്ചു കൊടുത്താലോ എന്ന് പറയുകയാണ്. ഈ കൂട്ടായ്മ ഫലപ്രദമാണ്. ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ നമ്മുടെ കുട്ടികൾക്ക് ധൈര്യം ഉണ്ടാക്കി കൊടുക്കുക തന്നെ. പിന്നെ അത് നമ്മൾ പറഞ്ഞ ഈ ഹാളിനപ്പുറത്താണ് ഈ സെക്കുലർ ആശയമുള്ള ആൾക്കാർ. കേരളത്തിലെ കല്യാണമാണ്. കേരളത്തിൽ 2 തരം കല്യാണങ്ങൾ നടക്കുന്നത്. ഒന്ന് പക്ക കമ്മ്യൂണൽ കല്യാണങ്ങളാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് കേരളത്തിലെ പത്രങ്ങളാണ്. കേരളത്തിലെ പത്രങ്ങളുടെ വൈവാഹിക പങ്ക്തി ഞായറാഴ്ച നോക്കിയാൽ സെക്കുലറായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും പൊട്ടിച്ചിരിക്കാൻ വേറെ ഒന്നും വേണ്ട. അത്രമാത്രം ഗംഭീരമായ വൈവാഹിക പരസ്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഒരാശ്വാസം മാത്രമേ ഉള്ളൂ, ഈ വിവാഹം ആലോചിക്കുന്ന മിക്കവാറും പെൺകുട്ടികളാണ്. പെൺകുട്ടികളെല്ലാം സുന്ദരിമാരാണ് എന്നുള്ളതാണ് ഏക ആശ്വാസം എന്ന് പറയുന്നത്. ഏതെല്ലാം സുന്ദരിമാരാണെന്ന് ആലോചിക്കുമ്പോഴാണ് അതിന് ഏറ്റവും വലിയ തമാശ ഉണ്ടാകുന്നത്. ഒന്ന് ബ്രാഹ്മൺ സുന്ദരി, വാര്യർ സുന്ദരി, നായർ സുന്ദരി, നമ്പ്യാർ സുന്ദരി, ഈഴവ സുന്ദരി, വിശ്വകർമ്മ സുന്ദരി ബ്രാക്കറ്റിൽ മരം. നമ്മൾ വിചാരിക്കും മരത്തിനെങ്ങാണ് വന്നത് കല്യാണാലോചന എന്ന് വരെ ആലോചിച്ചു. ഇങ്ങനെയുള്ള സുന്ദരിമാർക്കാണ് കല്യാണാലോചന. ഒരു പറയ സുന്ദരിയെ നമ്മൾ ഇതുവരെ ഒരു മാട്രിമോണിയൽ കോളത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. ഒരു വേടസുന്ദരിയെ ഇതുവരെ നമ്മൾ ഒരു മാട്രിമോണിയൽ കോളത്തിലും കണ്ടിട്ടില്ല. ഒരു അരയസുന്ദരിയെ പാട്ടുകളിലല്ലാതെ ഒരു മാട്രിമോണിയൽ കോളത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. ഇത്തരം സുന്ദരിമാരുടെ പരസ്യങ്ങളാണ്. ക്രിസ്ത്യൻ അതിസുന്ദരി, മുസ്ലിം അതീവ സുന്ദരി, അവർക്കൊക്കെയാണ് കേരളത്തിലെ കല്യാണാലോചന. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ വർഗീയ, ഏറ്റവും കൂടുതൽ ജാതിയുടെ കല്യാണാലോചനകൾ വരുന്ന ഏത് പത്രമാണെന്ന് നോക്കിയാൽ ആ പത്രത്തിൻ്റെ ജാതി നമുക്ക് മനസ്സിലാവും. ഏറ്റവും കൂടുതൽ നായർ സുന്ദരിമാരി പ്രത്യക്ഷപ്പെടുന്നത് മാതൃഭൂമിയിലാണ്. അപ്പോൾ നായർ സമുദായത്തിൻ്റെ പത്രം ഏതാണ്, അല്ലെങ്കിൽ ആ പത്രത്തിൻ്റെ ജാതി ഏതാണെന്ന് നമുക്ക് മനസ്സിലായി. ഏറ്റവും കൂടുതൽ ഈഴവ സുന്ദരിമാർ കേരളകൗമുദി പത്രത്തിലാണ്, അതിലേ നമുക്ക് ജാതി മനസ്സിലായി. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ സുന്ദരിമാരുടെ പരസ്യം വരുന്നത് മനോരമ, ദീപിക എന്നീ 2 പത്രങ്ങളിലാണ്. ഈ പത്രങ്ങളുടെ ജാതി നമുക്ക് മനസ്സിലായി. ഏറ്റവും കൂടുതൽ മുസ്ലിം സുന്ദരിയും അതീവ സുന്ദരിമാരുടെ പരസ്യങ്ങൾ വരുന്നത് മാധ്യമം അടക്കമുള്ള 1ലധികം പത്രങ്ങളുണ്ട്, ആ പത്രങ്ങളിലാണ്. അപ്പോൾ അതിൻ്റെ ജാതിയും മതവും എല്ലാം നമുക്ക് മനസ്സിലായി. അതിനപ്പുറമാണ് കേരളം. വേറൊരു ബദൽ ജാതി സംവിധാനമുണ്ട്, ഒരു വൈവാഹിക സംവിധാനമുണ്ട്. ആ സംവിധാനം എന്ന് പറയുന്നത് പുതിയ കുട്ടികളാണ്. എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞാൽ ഈ ഒരുപാട് ടെക്നോ പാർക്ക് അവിടേക്ക് ജോലി ചെയ്യുന്ന കുട്ടികൾ പരസ്പരം ഇഷ്ടപ്പെട്ടിട്ട് അവർ പ്രാണസഖികളെ, ജീവിതസഖികളെ കൂട്ടുകയാണ്. ആണായാലും പെണ്ണായാലും അവർക്ക് ജാതി മതം ഒന്നും ബാധകമല്ല. ലിവിങ് ടുഗദർ, ഒന്നിച്ച് ജീവിക്കുക എന്ന് പറയുന്ന ഒരാശയം വളരെ വലുതായിട്ട് വന്നിട്ടുണ്ട്. അവിടെ ജാതി നോക്കുന്നില്ല ആരും തന്നെ. പുതിയ കുട്ടികൾ പഴയ രക്ഷകർത്താക്കളെ എല്ലാം തോൽപ്പിച്ചുകൊണ്ട് ജാതി മത അതീതമായിട്ടുള്ള വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് പ്രത്യാശയ്ക്ക് യാതൊരു കുറവും വേണ്ട. കേരളം സമ്പൂർണമായും സെക്കുലറിസ്റ്റ് ആശയങ്ങളുമായിട്ട്, മതേതര ആശയങ്ങളിലേക്ക് മതരഹിത ആശയമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പ്രണയത്തിൻ്റെ ആശയമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒറ്റപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പ്രണയത്തിനെതിരായിട്ടുള്ള ആശയങ്ങൾ. പ്രണയിച്ചു പോയി എന്നുള്ളതുകൊണ്ട് കൊല്ലപ്പെട്ട ആൾക്കാരുണ്ട്, അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. അതിനപ്പുറത്ത് 10,000-കണക്കിന് ആളുകൾ പ്രണയികൾ വിവാഹം കഴിക്കുന്നുണ്ട്. പ്രണയത്തിനെതിരെ ഇപ്പോൾ ചില വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നിയമം ഉണ്ടാകുന്നുണ്ട്. അച്ഛൻ്റെ അമ്മയുടെയും അറിവോടുകൂടിയും അവരുടെ പിന്തുണയോടുകൂടി വേണം പ്രണയവിവാഹം നടത്തുവാൻ. അതെങ്ങനെയാണ് നടക്കുന്നത്? പ്രണയം എന്ന് പറയുന്നത് അച്ഛനും അമ്മയും തരുന്നതാണോ നമുക്ക്? മനുഷ്യൻ്റെ ഹാർമോണിൻ്റെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന ഒരു സ്വാഭാവിക
വിശേഷമാണ് പ്രണയം എന്നുള്ളത്. അതൊരു പക്ഷേ കണ്ണിലൂടെ ആരംഭിക്കുന്നതായിരിക്കും, അച്ഛൻ്റെ അമ്മയുടെയും കണ്ണിലൂടെയല്ല, നമ്മുടെ കണ്ണിലൂടെ തന്നെയാണ് നമ്മുടെ പ്രണയം ആരംഭിക്കുന്നത്. ഇത്തരം പ്രണയവിവാഹങ്ങൾ പാടില്ല എന്ന അർത്ഥത്തിൽ ചില നിയമങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് ചോദിച്ചാൽ കേരള സർക്കാരിനെ അത്രയ്ക്ക് വിശ്വാസമാണെന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് വിശ്വാസമൊന്നും ഇല്ല കേട്ടോ. കാര്യം വളരെ കാലമായിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഈ ദുർമന്ത്രവാദ നിരോധന ബില്ല് കൊണ്ടുവരണം എന്നുള്ളത്. ഇതുവരെ വന്നില്ലല്ലോ. ആ ബില്ലിൻ്റെ കരട് തന്നെ തയ്യാറാക്കി പല മുഖ്യമന്ത്രിമാർക്ക്, എ.കെ. ആന്റണി ഇരുന്നപ്പോൾ, ഉമ്മൻചാണ്ടി ഇരുന്നപ്പോൾ, വി.എസ്. ഇരുന്നപ്പോൾ, അങ്ങനെ പല മുഖ്യമന്ത്രിമാരിരുന്ന സമയത്തും നമ്മൾ കൊണ്ടുകൊടുത്തതാണ്. എന്തുകൊണ്ടാണ് ദുർമന്ത്രവാദം നിരോധിച്ചുകൊണ്ടുള്ളൊരു ബില്ല് ഉണ്ടാകാത്തത്? അങ്ങനെ ഉണ്ടാകാത്തതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഈ മുരാരി തന്ത്രിയെ പോലെയുള്ള തന്ത്രിമാരുണ്ടാകുന്നു, അവർക്ക് ധൈര്യം കിട്ടുന്നു, ജാമ്യമില്ലാതെ അകത്ത് കിടക്കേണ്ട കാര്യമില്ല, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാമെന്നുള്ള ധൈര്യം അവർക്കുണ്ടാകുന്നു. ഈ ധൈര്യം അവർക്ക് ഇല്ലാതാകണമെങ്കിൽ കേരള സർക്കാർ അത് തീരുമാനിച്ചേ സാധിക്കൂ. നിങ്ങളെ ഇത്രയും മതേതരവാദികളായ ആളുകളെ, മതരഹിതരായ മനുഷ്യ സമൂഹത്തെ, നിങ്ങൾ നായർ സമുദായത്തിൽപ്പെട്ടവരല്ല, നിങ്ങൾ ഈഴവ സമുദായത്തിൽപ്പെട്ടവരല്ല, നിങ്ങൾ ക്രിസ്തു മതത്തിൽപ്പെട്ടവരല്ല, നിങ്ങൾ ഇസ്ലാം മതത്തിൽപ്പെട്ടവരല്ല, നിങ്ങൾ മനുഷ്യരാണ്. ഈ മനുഷ്യരെ സാക്ഷി നിർത്തി കേരള സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത്, ദുർമന്ത്രവാദം നിരോധിച്ചുകൊണ്ടുള്ള ഒരു നിയമം ഉണ്ടാക്കണം. കയ്യെ കിട്ടിയൊരു നിയമം വെറുതെ കളഞ്ഞൊരു സർക്കാരാണ് വി.എസ്. സർക്കാർ. ഒന്ന് ആലോചിച്ച് നോക്കൂ. സൈമൺ ബ്രിട്ടോ നിയമസഭയിൽ അവതരിപ്പിച്ചൊരു ബില്ലുണ്ട്, മൃതശരീര സംസ്കരണം സംബന്ധിക്കുന്ന ബിൽ. ഒരാൾ മരിച്ചാൽ അയാളുടെ മൃതശരീരം എങ്ങനെ സംസ്കരിക്കണമെന്ന് അയാൾക്ക് തീരുമാനിക്കാം. അങ്ങനെയുള്ളൊരു ബില്ലാണ്. നിയമം ആയിരുന്നെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയോ കോർപ്പറേഷൻ സെക്രട്ടറിയോ മുനിസിപ്പൽ സെക്രട്ടറിയോ ആരെങ്കിലും ഇതിന് ഉദ്യോഗസ്ഥനായിട്ട് വയ്ക്കാം. അയാളോട് നമുക്കൊരു കരാറുണ്ടാക്കാം. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ മൃതശരീരം എല്ലാവിധ മതാചാരപ്രകാരവും വേണം സംസ്കരിക്കാൻ എന്ന് വേണമെങ്കിൽ എഴുതി വയ്ക്കാം. അതല്ലെങ്കിൽ എൻ്റെ മൃതശരീരം യാതൊരു മതാചാരവും ഇല്ലാതെ സംസ്കരിക്കേണ്ടതാണ് എന്ന് എഴുതി വയ്ക്കാം, കരാറുണ്ടാക്കാം. എൻ്റെ മൃതശരീരം മെഡിക്കൽ കോളേജിൽ കൊടുക്കണം എന്ന് എഴുതി വയ്ക്കാം, അതിന് കരാറുണ്ടാക്കാം. ഈ കരാർ ലംഘിക്കപ്പെട്ടാലോ ഈ ഉദ്യോഗസ്ഥനെ ശിക്ഷിക്കാം. അങ്ങനെയൊരു അപൂർവ സുന്ദരമായ മനുഷ്യത്വത്തിൻ്റെയും ജാതിരഹിത മതരഹിത ശാസ്ത്രാവബോധമുള്ള ആ ഒരു വലിയ ആശയത്തിൻ്റെയും ബില്ലായിരുന്നു സൈമൺ ബ്രിട്ടോ വി.എസ്. ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നിയമസഭയിൽ അവതരിപ്പിച്ചത്. ആ ബില്ല് ബെർമുഡ ട്രയാങ്കിളിൽപ്പെട്ടതുപോലെ കാണാതാവുകയായിരുന്നു. ഇതൊക്കെ നമ്മൾ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ്. താരതമ്യേന നല്ലത് LDF ആണെന്ന് ഞാൻ പറയുമ്പോഴും ഒരുപാട് കാര്യങ്ങളിൽ LDF ആണ് മികച്ചു നിൽക്കുന്നത്. വേറെ ആര് വന്നാലും ഇത്രയും നല്ല രീതിയിലുള്ള ഒരു കാര്യം ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിച്ച് പറയുമ്പോഴും ഈ വിഷമങ്ങൾ എനിക്ക് പറയാനുണ്ട്. എന്തുകൊണ്ട് ഒരു അന്ധവിശ്വാസ നിരോധന നിയമം ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് മൃതദേശ സംസ്കരണം സംബന്ധിക്കുന്ന ഒരു ബില്ല് ഉണ്ടാകുന്നില്ല? അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് LDF ഗവൺമെൻറ്റിനെ അനുകൂലിക്കേണ്ടി വരുന്ന പല സമയത്തും. നമ്മൾ മനുഷ്യരാണ്, മനുഷ്യർക്ക് ഇനിയും പ്രശ്നങ്ങളുണ്ട്. കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുന്നത് മാത്രമല്ല, ഇങ്ങനെ മനുഷ്യരായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങളെ അവലംബിച്ചുകൊണ്ട് അതിനെ അതേപടി ജീവിതത്തിൽ ആവിഷ്കരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മൾ. നമുക്ക് ഭരണഘടനാപരമായ സംരക്ഷണം ആവശ്യമുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് പല കാര്യങ്ങളിലും ഒരു റിസർവേഷൻ ആവശ്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മനുഷ്യരായി ജീവിക്കുന്ന ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് ബുക്കിൽ ജാതിയും മതവും വെച്ചിട്ടില്ലാത്ത കുട്ടികൾക്ക് അവർ പരീക്ഷ എഴുതി കഴിയുമ്പോൾ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംരക്ഷണം ഉണ്ടാകുന്നത് നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സെക്കുലറിസത്തിലേക്ക്, സെക്കുലർ ജീവിത രീതി തുടരുവാൻ ചില ആളുകളുണ്ട്. സെക്കുലറൊക്കെയാണ്, ആളൊക്കെ പിന്നെ മതമൊന്നും ഇല്ലാത്ത ആളാണ്. പക്ഷേ നമുക്ക് സംവരണ ആനുകൂല്യം കിട്ടണമല്ലോ, അല്ലെങ്കിൽ EWS കിട്ടണമല്ലോ, ഉന്നതന്മാരിൽ ദരിദ്രരായവരുടെ പട്ടികയിലേക്ക് നമ്മൾ വരണമല്ലോ, അതിന് ആനുകൂല്യം നമുക്ക് കിട്ടണമല്ലോ എന്നുള്ളത് കൊണ്ട് അവരെല്ലാം ജാതി വയ്ക്കുന്നവരാണ്. അങ്ങനെ ജാതി വയ്ക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിഗണന കേരള സർക്കാർ ഉണ്ടാക്കണം. വളരെ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം അതാണ്. അത് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ പരാജയപ്പെടുന്നൊരു പ്രസ്ഥാനമല്ല. നമ്മൾ തള്ളിപ്പറഞ്ഞവരാണ്, ഭഗവത്ഗീതയെ തള്ളിപ്പറഞ്ഞവരാണ്. എൻ്റെ വീട്ടിൽ നിയമം ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാകും. എല്ലാ ദിവസവും ഭഗവത്ഗീത വായിച്ചതിന് ശേഷം മാത്രമേ എനിക്ക് അത്താഴം നിരുത്തുള്ളായിരുന്നു. ഞാനിങ്ങനെ എല്ലാ ദിവസവും ഭഗവത്ഗീതയുടെ ഓരോ അധ്യായം വെച്ച് വായിക്കും. 18 ദിവസം കഴിയുമ്പോൾ ഈ പുസ്തകം തീർത്തില്ലേ, വീണ്ടും വായിക്കും. എത്രയോ വർഷങ്ങൾ ഞാൻ അത്താഴത്തിന് വേണ്ടി ഭഗവത്ഗീത വായിച്ചു. കുറേ എണ്ണം അറിയാതെ എൻ്റെ മനസ്സിൽ കയറിയിട്ടുണ്ട്, പിന്നെ അറിയാൻ വേണ്ടി വായിച്ചപ്പോഴും കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാലത്തെ പാരായണത്തിന് ശേഷം ഞാൻ എത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീത ആളുകൾക്ക് വായിക്കാൻ നിർദ്ദേശിക്കാവുന്ന ഒരു പുസ്തകമേ അല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട്?
ഭഗവത്ഗീത യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നൊരു പുസ്തകമാണ്. നിങ്ങൾ യുദ്ധത്തെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ യുദ്ധത്തിനെതിരായിട്ടുള്ള സമ്മേളനം നടക്കുകയാണ്. ഇറാനിൽ നടക്കുന്ന, പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധത്തിനെതിരായിട്ട്, എല്ലാ യുദ്ധങ്ങൾക്കും എതിരായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ മുൻകൈയിൽ കേരളത്തിൽ സമ്മേളനങ്ങൾ നടക്കുകയാണ്. നിങ്ങൾ യുദ്ധത്തിനെതിരാണെങ്കിൽ നിങ്ങൾ ഭഗവത്ഗീതയ്ക്കും എതിരായിരിക്കും. നിങ്ങൾ അവിശ്വാസിയെ കൊല്ലരുത്, അയാൾ മനുഷ്യനാണ്, അയാൾക്ക് അയാളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുവാനുള്ള അവകാശമുണ്ട് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾ ഖുറാനെ തള്ളിപ്പറയേണ്ടതായിട്ടുണ്ട്, ബൈബിളിനെ തള്ളിപ്പറയേണ്ടതായിട്ടുണ്ട്, എല്ലാ മതഗ്രന്ഥങ്ങളെയും നമുക്ക് തള്ളിപ്പറയേണ്ടതായിട്ടുണ്ട്. അതിന് പകരം ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് ഉയർത്തിക്കാട്ടേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ മനുഷ്യൻ്റെതായ ഒരു ജീവിത രീതി ഉയർത്തിക്കാട്ടേണ്ടതായിട്ട് ഉണ്ട്. ഇത് മുമ്പ് കാലം തന്നെ വീട്ടിലൊക്കെ ആ കാലത്തിലൊക്കെ മുമ്പ് തന്നെ കേരളം ഈ വഴിയെ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. കാര്യം ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ടൊരു നാടല്ലേ നമ്മുടെ നാട്. ആ അപമാനത്തിൻ്റെ ഏറ്റവും വലിയ അവാർഡാണല്ലോ ഭ്രാന്താലയം എന്നുള്ള അവാർഡ്. അതിൽ നിന്ന് മോചിതരാകാൻ നമ്മൾ എന്തെല്ലാം ശ്രമങ്ങളാണ് നടത്തിയത്. വഴിയെ നടക്കാൻ പാടില്ലായിരുന്നു, നല്ല ഉടുപ്പിടാൻ പാടില്ലായിരുന്നു, മീശ വയ്ക്കാൻ പാടില്ലായിരുന്നു, ചെരിപ്പിടാൻ പാടില്ലായിരുന്നു, അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെയാണ് അതിജീവിച്ചത്? നവോത്ഥാന നായകന്മാരുടെ പരിശ്രമം കൊണ്ടാണ് നമ്മൾ അതിജീവിച്ചത്. അതാണ് കേരളം എന്ന് പറയുന്നത്. ഇപ്പോഴാണ് കേരളം എന്ന് പോലും പറയണമെന്ന് ഉത്തരേന്ത്യക്കാർക്ക് തോന്നിയത്. അവരിതുവരെ കേരൾ എന്നാണ് പറഞ്ഞിരുന്നത്. കേരൾ ബഹുത്ത് ദൂർഹ് എന്നാണ് ഒരിക്കൽ വാരണാസിയിൽ വെച്ച് വ്യാസഗ്രാമത്തിൽ വ്യാസൻ്റെ ആ ക്ഷേത്രം വെറുതെ കാണാൻ അവിടുത്തെ പൂജാരി എന്നോട് പറയും, നിങ്ങൾ കേരളത്തിൽ നിന്നും വരുന്നവരാണോ? കേരളം വളരെ ദൂരെയാണല്ലോ എന്നാണ്. എനിക്കെപ്പോഴും തിരുത്തണമെന്ന്, പാവപ്പെട്ട മനുഷ്യനാണ്, അയാളെന്തിനാണ് തിരുത്തുന്നത്? കേരൾ എന്നാണ് പറഞ്ഞിരുന്നത്. കുറച്ചുകൂടി പരിഷ്കരിച്ചവരാണെങ്കിൽ കേരള. ഇനി കേരള എന്നും കേരൾ എന്നും ഒക്കെ ആണെങ്കിൽ ആണ് നമ്മുടെ നാടിൻ്റെ പേരെങ്കിൽ, നമ്മുടെ മാതൃഭൂമിയുടെ പേരെങ്കിൽ, EMS എന്ന് പറയുന്നത് നമ്മുടെ മാതൃഭൂമിയുടെ പേരെങ്കിൽ, അവർ നമ്മളെയൊക്കെ വിളിച്ചത് കേരളീയരെന്നോ മലയാളമെന്നോ അല്ല, മദ്രാസി എന്നാണ് വിളിച്ചത്. സ്വത്വം നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം. അല്ലെങ്കിൽ ആരെല്ലാമോ സ്വത്വം നഷ്ടപ്പെടുത്തിയ ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം. കേരളം അങ്ങനെയല്ല. ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരെ ലോകത്തിന് സംഭാവന ചെയ്തതാണ് കേരളം. ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാരെല്ലാവരും പറയുന്നൊരു പേരുണ്ട്, മാധവൻ എന്ന പേര്. ഈ മാധവൻ കേരളത്തിലുണ്ടായിരുന്ന, കൊടുങ്ങല്ലൂർ ഇങ്ങാലക്കുടയോ മറ്റോ ഉണ്ടായിരുന്ന ഒരു ഗണിത ശാസ്ത്രജ്ഞനാണ്. ഏറ്റവും വലിയ നാടകകൃത്തായിട്ടുള്ള ഭാസന്റെ പുസ്തകങ്ങളെല്ലാം തന്നെ, കൃതികളെല്ലാം തന്നെ കേരളത്തിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. കേരളത്തിലെ ഔഷധ സസ്യങ്ങൾ, 44 നദികൾ കുറുകെ ഒഴുകുന്ന ഈ ചെറിയ നാട്ടിൽ എന്തെല്ലാം വിപുലമായ വൈവിധ്യമാർന്ന ഔഷധ സസ്യങ്ങളുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇട്ടി അച്യുതൻ എന്ന മലയാളിയാണ്. ഏതെല്ലാം വിഷയങ്ങളിലാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. നല്ല സിനിമ, നല്ല സാഹിത്യം, വലിയ നേതാക്കന്മാർ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കേളപ്പനെ പോലെ, വക്കം ഖാദറിനെ പോലെയുള്ള വലിയ നേതാക്കന്മാർ, വയ്യാരത്തെ ശങ്കരനെ പോലെയുള്ള വലിയ ആളുകൾ, ഇവരുടെയൊക്കെ നാടാണ് കേരളം. അതുമാത്രമല്ല, ആലോചിച്ച് നോക്കൂ കേരളത്തിൻ്റെ മഹത്വം. ഉത്തരേന്ത്യയിൽ നിന്നും ഇവിടെ വന്ന് പണിയെടുക്കുന്ന ആളുകൾക്ക് വെറും തൊഴിലാളി എന്നല്ല നമ്മൾ പറയുന്നത്. അവർ നമ്മളെ ഗസ്റ്റാണ്, അതിഥിയാണ്, അതിഥി തൊഴിലാളി എന്നാണ് നമ്മൾ പറയുന്നത്. അതിഥി തൊഴിലാളികൾക്ക് UP-യിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പണം, ശമ്പളം നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവരിവിടെ നിന്ന് പോകാൻ തയ്യാറല്ല. നമ്മുടെ സ്കൂളുകൾ ഏറ്റവും നല്ല സ്കൂളുകളാണ്. ഞാൻ 2-3 ദിവസം മുമ്പ് ഞങ്ങളുടെ ഗ്രാമത്തിലെ ഒരു പുതിയ സ്കൂൾ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോയിരുന്നു. മന്ത്രിയായിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്ത് ഞാൻ കൂടെ ഉണ്ടായിരുന്നു, സാക്ഷിയായിരുന്നു. നല്ല ഒന്നാന്തരം സ്കൂൾ കെട്ടിടം. അതിനകത്ത് ഒരു ക്ലാസ് റൂമിൽ തന്നെ 3-4 ഫാനുകൾ, 4-5 ട്യൂബ് ലൈറ്റുകൾ, എന്തെല്ലാം സൗകര്യം, തറയൊക്കെ മൊസൈക്കിട്ട പിന്നെ സ്റ്റോൺ ചെയ്തിട്ടുള്ള നല്ല തറ, ടൈൽസ് ഇട്ടിട്ടുള്ള തറകൾ, ഇങ്ങനെയുള്ള പുതിയ വിദ്യാലയങ്ങൾ. ഇത്തരം വിദ്യാലയങ്ങളുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. വളരെ മുന്നോട്ട് പോയൊരു നാടാണ് നമ്മുടെ നാട്. ആ വിദ്യാലയങ്ങളിൽ അവരുടെ കുട്ടികളെ അവർ പഠിപ്പിക്കുന്നുണ്ട്. അതിഥി തൊഴിലാളികൾ അവരുടെ കുട്ടികളെ ഇവിടെ സമയമായില്ലേ? ഓക്കെ. അതിഥി തൊഴിലാളികൾ അവരുടെ കുട്ടികളെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അവർ +2-ന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി ജയിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് കേരളം. അതുകൊണ്ട് ഈ കേരളത്തെ കേവലം ഒരു സിനിമ കാണിച്ച് ഇല്ലാതാക്കി കളയാം എന്നൊന്നും ആരും വിചാരിക്കരുത്. അതൊന്നും ഇവിടെ വിലപ്പോകുന്ന കാര്യമല്ല. കേരളം എന്നുള്ള കവിതയിൽ ഞാൻ അവസാനിപ്പിക്കാം. ഒരു കുറച്ച് സമയം വളരെ വിലപ്പെട്ട രേഖയായിട്ട് കയ്യിലിരിക്കുന്നു. നിങ്ങൾക്ക് ബോറടിച്ചെങ്കിൽ എഴുന്നേറ്റെന്ന് പറയാം കേട്ടാ. ഇത്രയൊക്കെ മതി സാറേ എന്ന് എന്നോട് പറയാം. കേരളം ആദിദ്രാവിഡ ജീവിതത്തിൻ പാദമുദ്രകൾ നെഞ്ചിലേറ്റി കാടിറങ്ങി
കടല് മുത്തിയ കേരളീയൻ ഞാൻ. എൻ്റെ പെണ്ണിനു കല്ലമാല, എൻ്റെ കുഞ്ഞിനു കാഞ്ഞിരച്ചോറ്, എൻ്റെ കണ്ണിൽ കണ്ടതെല്ലാം ശവന്നാറിപ്പൂ. രണ്ടു മൺസൂൺ മഴക്കാലം, മലയിടിച്ചിൽ മണ്ണൊഴുക്ക്, പുഴ വിഴുങ്ങിയ കതിരുപാടം, കലി കടിച്ച കടലുകേറ്റം, മണ്ടവിണ്ട കേരവൃക്ഷം, പത്തി പൊക്കിയ രോഗനാഗം, തൊട്ടതെല്ലാം കെട്ടുകാഴ്ചക്കോലമാക്കിയ കേരളൻ ഞാൻ. എൻ്റെ മുന്നിൽ കാലക്കേടും കത്തിരിക്കായ. പണ്ടുകെട്ടിയ മനക്കോട്ടക്കല്ലിടിഞ്ഞു, കാറ്റുകൊത്തിയ വൻമുളങ്കൂട്ടങ്ങളിൽ ഞാൻ കാത്തുവച്ച കിനാവുടഞ്ഞു. പാട്ടിലെല്ലാം പട്ടി നക്കി, പാൽക്കലത്തിൽ പല്ലി തുള്ളി, തോറ്റുപോയ മനസ്സിൽ നിന്നും തോറ്റിയെത്തിയ കേരളൻ ഞാൻ. എൻ്റെ കയ്യിൽ കരിങ്കല്ലും കണ്ണകിത്തെയ്യം. കൊച്ചുവള്ളക്കൊമ്പിലേറി വൃശ്ചികത്തിൻ തിരക്കോളിൽ, കൈവലയിൽ കൊഞ്ചുമത്തി കണവ ചൂരക്കൊയ്ത്തു നേടി, പക്ഷിമാർഗം കരയിലെത്തി കട്ടൻ പീടിപ്പുകയൂതി, കെട്ടിയോളിൽ പെട്ടുറങ്ങിയ കേരളീയൻ ഞാൻ. എൻ്റെ നാവിൽ ജീവിതത്തിൻ മൾബറിത്തോട്ടം. ജാതിബാധ ചിരട്ട തീപാതയിൽ കുളിർമഞ്ഞുപാകി, കാതിലോണപ്പാട്ടുപാടി കണ്ണുനീരിൽ കുളിച്ചാടി, പള്ളിക്കൂടപ്പടിയിലെല്ലാം കക്കയോട്ടി കളമ്പാകി, ചെങ്കൊടിക്കു ചിലങ്ക കെട്ടിയ കേരളീയൻ ഞാൻ. എൻ്റെ കയ്യിൽ കച്ചി പോലും കായൽ ചിത്രങ്ങൾ, ചെന്നിടം പൊന്നാക്കി മാറ്റി ചെങ്കരിക്കൻ പുലരിയാക്കി, ലോകമെല്ലാം സ്നേഹവിത്തിട്ട് ഓമനത്വ പന്തൽ കെട്ടി, പ്രേമയാമിനികൾ വിടർത്തി ശ്വേതവാഹിനികൾ ചുരത്തി, ജീവിതത്തിൻ തീവ്രവേദന കാവ്യമാക്കിയ മലയാളൻ എൻ്റെ ചങ്കിൽ കൊണ്ടതെല്ലാം ഇരുമ്പിൻ തുണ്ട്. കണ്ണുകെട്ടിയ കാട്ടുനീതി ചാട്ടവാറിൽ നീറുമ്പോഴും, പാട്ടകൊട്ടിയ പാഴ്നിലത്തിൽ ചൂത്തയായി പോകുമ്പോഴും, പണ്ടു കണ്ട മഹാബലിക്കായി കാക്കപ്പൂക്കളമിടുമ്പോഴും, തോട്ടുവക്കിൽ ചൂണ്ടയിട്ട് പാട്ടുപാടിയ കേരളൻ ഞാൻ. എൻ്റെ തലയിൽ കുത്തി വീണത് കടന്നൽക്കോട്, ചിന്തയിൽ തീ കൂട്ടി നിന്നത് പകോടക്കാട്. നികുതി വാളാൽ വെട്ടിയാലും അടിമയാകാൻ മനസ്സില്ല, കൊലമരത്തെ പേടിയില്ല, വെയിലിലൊട്ടും വാടുകില്ല, ജയിലിലായാൽ ജേതാവ്, പടയൊരുക്കും ഭ്രാതാവ്, സ്വാഭിമാന പുടവ ചുറ്റിയ കേരളീയൻ ഞാൻ. എൻ്റെ നെഞ്ചിലെ അടുപ്പത്ത് സ്വപ്ന ബിരിയാണി. തുമ്പയില്ല, തുളസിയില്ല, ചന്തയിൽ ചെഞ്ചീരയില്ല, ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനുമായി പന്തയങ്ങൾ. ദൈവമെന്നാൽ സ്വാർത്ഥലാഭച്ചു ചന്ത ചൂടും ചരക്കായി, താർക്കികന്റെ മിടുക്കായി, പാർക്കിലെ ഒന്നുപോലായി, സംഭ്രമങ്ങൾ മുന്നിൽ വെച്ച കേരളീയൻ ഞാൻ. എൻ്റെ കഞ്ഞിയിൽ വീണതെല്ലാം പുരാണപ്പാറ്റ. എങ്കിലും പ്രിയ പുസ്തകങ്ങൾ, ഗ്രന്ഥശാല പെരുക്കങ്ങൾ, മുന്നിൽ ദീപം കൊളുത്തുന്ന പെൺമനസ്സിൻ തിളക്കങ്ങൾ. എൻ്റെ തൊടിയിൽ സയൻസിൻ്റെ സത്യസന്ധത നോക്കി നിൽക്കും, സ്വപ്ന സാധ്യതയോർത്തിരിക്കും പകൽ ചെമ്പൂവ്, സൂര്യൻ ചുംബനത്താൽ തിളപ്പിക്കും സങ്കടപ്പാല്. വടക്കൻ കഞ്ചാവു ലേഹ്യം വടിച്ചുണ്ണാൻ തയ്യാറല്ല, ഹീന ഹിന്ദി സിനിമ എഴുതാൽ ന്യൂനമാനസനാവുകില്ല. ചന്ദ്രഗിരിയിലെ ഓളമാണ്, നെയ്യാറിലെ പാറയാണ്, അമ്മയാണ്, അച്ഛനാണ്, പിന്മടക്കം സാധ്യമല്ല. ചോര തൊട്ട് സത്യമിട്ട കേരളീയൻ ഞാൻ. എൻ്റെ നാവ് നുണഞ്ഞതെല്ലാം കരിക്കിൻ വെള്ളം. നിങ്ങൾ എല്ലാവരും മിക്കവാറും ഭൂരിപക്ഷം ആളുകൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രാവിലെ 3 മണിക്ക് ഞാൻ എഴുന്നേറ്റു. അത്യാവശ്യ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് 4 മണിക്ക് FB-യിൽ പോലെ ഞാൻ 15 വർഷമായിട്ട് ഞാൻ ഇന്ന് വായിച്ച കവിത, ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് കവിതയുടെ ട്രാൻസ്ലേഷൻ പോസ്റ്റ് ചെയ്തു. 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇവിടെ ഡേവിസ് പറഞ്ഞ സമയത്ത് 10 മണിക്ക് ഇറങ്ങണമെന്നറിയാം. 10 മണിക്ക് 15 മിനിറ്റ് മുമ്പ് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരെയും കണ്ടതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു. കൂടുതൽ ശക്തരായി മുന്നോട്ട് പോകണം. നിങ്ങളുടെ ആശയം ഒറ്റപ്പെട്ട ആശയമല്ല. കേരളത്തിൽ നിങ്ങളെപ്പോലെ ധാരാളം ആളുകളുണ്ട്.
പുറത്ത് വരാത്തവർ, സെമിനാറിന് വരാത്തവർ, ഈ ഹാളിലെത്താത്തവർ, അവരാണ് ബഹുഭൂരിപക്ഷം മതേതരവാദികളും മതരഹിതരും മനുഷ്യരും. നമസ്കാരം.